ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 13. അപ്പോൾ നമ്മുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ചെറിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ വേണ്ടൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ടെക് അപ്ഡേറ്റിൽ മെയിനായിട്ട് പറയാനുള്ളത് VIയുടെ 5G വന്നു. ഓൾറെഡി ജിയോ എയർടെലൊക്കെ കുറേ നാളായി 5G വന്നിട്ട്, കുറേ കൊല്ലമായി തോന്നുന്നു, കുറേ കൊല്ലമായി. അപ്പോൾ ഇപ്പോഴാണ് VI 5G ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് രാത്രിയിലൊക്കെ 4G അൺലിമിറ്റഡായി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആണെങ്കിൽ രാത്രി തൊട്ട് പിറ്റേ ദിവസം ഉച്ച വരെ 12 മണി വരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള 5G യൂസ് ചെയ്യേണ്ട പ്ലാൻസ് അവർക്കുണ്ട്. അപ്പോൾ ആ സമയത്താണ് അവർ 5G ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന 5G എന്നൊക്കെ പറയുന്നത് ഓൾറെഡി എയർടെലുള്ള അതേ സെയിം ആയിട്ടുള്ള നെറ്റ്വർക്ക് തന്നെയാണ്. അതായത് ഓൾറെഡി ഉള്ള 4G കുറച്ചും കൂടെ ഒന്ന് ആ ഒരു സെറ്റപ്പിൽ തന്നെ അവർ 5G കൊണ്ടുവന്നുള്ള ഫുള്ളായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 5G കിട്ടുന്നില്ല ജിയോ പോലെ. അതായത് NSA ആ ഒരു മോഡലാണ് വരുന്നത്. മറ്റേലാണെങ്കിൽ ജിയോയിലാണെങ്കിൽ SA എന്ന ഒരു സിസ്റ്റമാണ് വരുന്നത്. അപ്പം ഇതിലിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ കൊച്ചിയിൽ കാക്കനാട് ഈ ഒരു VIയുടെ 5G വരുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ഇപ്പം വന്നിട്ടില്ല, പിന്നെ വരുമായിരിക്കും. എന്തായാലും കുറേ ലേറ്റ് ആകും. കാരണം ഇവർ 5G വരാൻ തന്നെ നല്ലോണം ലേറ്റായി. അപ്പം ഇനി ബാക്കിയുള്ള സ്ഥലത്തും കൂടെ വരണമെങ്കിൽ നല്ലോണം ലേറ്റ് ആവും. പിന്നെ ഒരു പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ 475 രൂപയുടെ പ്ലാനൊക്കെ തന്നെ VI ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ പക്ഷേ നിങ്ങൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൊക്കേഷനിൽ ഈ സംഭവം 5G കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ ഞാൻ റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് കൂടുതൽ പേരും പറഞ്ഞ് 4G സ്പീഡ് മാത്രമേ 5Gക്ക് ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഒരു നിങ്ങളുടെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ 5G സ്പീഡൊക്കെ ഉണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ VIയുടെ 5G ആണ്. പിന്നീട് ഐഫോണിൻ്റെ ഫോൾഡബിൾ ഫോൺസ് വരികയാണ്. അതായത് ഓൾറെഡി സാംസങ് കുറേ വർഷമായിട്ട് ഇങ്ങനെ ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ലെവലിലേക്കൊക്കെ ഇപ്പം C ഫോൾഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്താണ് ആപ്പിൾ ഫോൾഡബിൾ ഫോണായിട്ട് വരുന്നത്. അത് അടുത്ത വർഷം ഉണ്ടാവില്ല, അതിൻ്റെ അപ്പുറത്ത് 2026 ആയിരിക്കും ഫോൾഡബിൾ ഫോൺസ് ഐഫോൺ ലോഞ്ച് ചെയ്യുന്നത്. സോ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഫോൾഡബിൾ ഫോൺസ് വരും. കാരണം ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, അതായത് AI വന്നു, ആദ്യം ആൻഡ്രോയിഡിലൊക്കെ AI വന്ന സമയത്ത് എല്ലാവരും വലിയ മൈൻഡായിട്ട്, പിന്നെ iOSലൊക്കെ വരുന്ന സമയത്ത് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ഉള്ള ചിന്താഗതിയാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു സംഭവം. ഫോൾഡബിൾ ഫോൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസൊക്കെ ആണെങ്കിൽ ഒരു 2 ലക്ഷത്തിൻ്റെ എബോ എന്തായാലും ഉണ്ടാവും, 2 ലക്ഷത്തിൻ്റെ മേലെ. കാരണം ഐഫോണിന് 1.5 ലക്ഷം രൂപ ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഫോൾഡബിൾ ഫോണിലൊക്കെ വരുന്ന സമയത്ത് 2 ലക്ഷം രൂപ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 2 ലക്ഷത്തിൻ്റെ മേലെ എന്തായാലും വരും. സോ അത് വരുന്നുണ്ട്. പിന്നീട് iPhone 17 Proയുടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഡിസൈനിലായിരിക്കും വരുന്നത് എന്നുള്ളത്. 17 Pro ആണ്, കാരണം ട്രിപ്പിൾ ക്യാമറ ഉണ്ടല്ലോ. മറ്റൊരു 2 ക്യാമറ മാത്രമേ ഉള്ളൂ. എന്തായാലും മറ്റേ ടെലിഫോട്ടോ ഒന്നും തന്നെ എന്തായാലും അടുത്ത പ്രാവശ്യം ഉണ്ടാവാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിസൈനിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതേ സെയിം ഫോട്ടോ തന്നെ വന്നിട്ട് ഈ ഒരു ഡിസൈനിൽ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി പണ്ട്, അതായത് iPhone 11 തൊട്ടുള്ള സെയിം ഡിസൈൻ, ഏകദേശം ഒരു 11, 12, 13, 14, 15, 16 6 വർഷമായിട്ട് സെയിം ഡിസൈനാണ് ആപ്പിൾ ഐഫോൺ ഫോളോ ചെയ്യുന്നത്. ഒരു മാറ്റവും ഇല്ല. ഇനി 7ാമത്തെ വർഷമെങ്കിലും ഡിസൈനൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബോർ പരിപാടിയാണ്. ആകെ ആ ഒരു നോൺ പ്രോയിൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതല്ലാതെ കാര്യമായിട്ട് ഡിസൈൻ ചേഞ്ച് അന്ന് 11 വന്നു എന്നല്ലാതെ പിന്നീട് ഡിസൈൻ ചേഞ്ച് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇനി 17 വരുന്ന എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു ഡിസൈനൊക്കെ ആണെങ്കിൽ മിക്കവാറും ആൻഡ്രോയിഡ് ഫോൺസൊക്കെ ഈ ഒരു സ്റ്റൈലൊക്കെ തന്നെ ഇനി ഫോളോ ചെയ്യാൻ തുടങ്ങും. കാരണം ഇതിൻ്റെ ഒരു ക്യാമറ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പിക്സൽ ഫോൺസിൻ്റെ ആ ഒരു സെയിം സെറ്റപ്പാണ്. മേ ബി ചിലപ്പം ഇത് വന്നാക്കാൻ അറിയില്ല. എന്തായാലും അടുത്ത വർഷം, ഒരു വർഷം എന്തായാലും ഉണ്ടത്രേ. വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നീട് ചില ഫോൺസിൻ്റെ ഒക്കെ തന്നെ ലോഞ്ച് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് OnePlus 13 സീരീസിൻ്റെ ലോഞ്ചാണ്. അതായത് നെക്സ്റ്റ് മന്ത് 17th OnePlus 13 സീരീസിൻ്റെ ലോഞ്ച് വെച്ചിട്ടുള്ളത് കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി S20 സീരീസിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത് 22-ാം തീയതി, ജനുവരി 22-ാം തീയതി അതിൻ്റെ ലോഞ്ച് വരുന്നത്. സോ അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. എന്നാലും ഒഫീഷ്യലായിട്ട് സാംസങ് കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും ആ ഒരു സമയത്തായിരിക്കും എന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു. 20-ാം തീയതി, 22-ാം തീയതി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ആ ഒരു സമയത്തൊക്കെ എന്തായാലും ലോഞ്ച് വരുന്നതായിരിക്കും. സോ കിഡിലായിട്ടുള്ള ഫോൺസൊക്കെ വരുന്നുണ്ട്, ഫ്ലാഗ്ഷിപ്പ് ഡിവൈസൊക്കെ തന്നെ. പിന്നീട് പോക്കോയുടെ 2 ഫോൺസ് ഇറങ്ങി. പോക്കോയുടെ M7 Proയും C75. ഈ C75 എന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ A4 ഇല്ലേ, കഴിഞ്ഞ മാസമൊക്കെ ലോഞ്ച് ചെയ്ത ഫോണാണ്. അതിലെ സെയിം സെറ്റപ്പ് തന്നെയാണ് അതിൽ വരുന്നത്. വലിയ വ്യത്യാസം തന്നെ വരുന്നില്ല. പ്രൈസും ഡിഫറൻസ് വരുന്നുണ്ട്. സോ കുറച്ചും കൂടെ വേർത്തായിട്ട് വരുന്നത് പോക്കോയുടെ C75 എന്ന മോഡലാണ്. ഇതിലാണെങ്കിൽ
5G ജിയോ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. എയർടെല്ലിലും അല്ലെങ്കിൽ VIയിലൊന്നും 5G കിട്ടൂല. അതിൽ മറ്റേ NSA സപ്പോർട്ട് ചെയ്യുന്നില്ല, SA മാത്രം സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജിയോ മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ജിയോയുടെ സിമ്മിൽ മാത്രമേ അതിൽ 5G കിട്ടുള്ളൂ. അത് റെഡ്മി ഫോണിലും അങ്ങനെ തന്നെയാണ്. കാരണം ആ ചിപ്സെറ്റ് ആ രീതിയിലാണ് ഇറക്കിയത്. പിന്നീട് അതിൻ്റെ പ്രൈസ് 8000 രൂപയാണ്. പിന്നീട് M7 Proയുടെ പ്രൈസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 15000 രൂപയാണ് ബേസ് മോഡലിൻ്റെ പ്രൈസ്. അതിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു OLED ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. Dimensity 7025 Ultra റെഡ്മി നോട്ട് 40 ഇറങ്ങി അതേ സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് ആ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല സ്പെക്ക് അതിന് വരുന്നുണ്ട്. അതേ റേഞ്ചിൽ തന്നെ IP69 റേറ്റിംഗ് ഒക്കെ വരുന്ന Realme 40X ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും 50K തന്നെയാണ് ബേസ് മോഡലിൻ്റെ പ്രൈസ്. അതിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇതെല്ലാം നല്ല സ്പെക്ക് 6000 mAh ബാറ്ററി 45 വാട്ട് അതൊക്കെ ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് ബാക്കി ചില കാര്യങ്ങളൊക്കെ തന്നെ കോംപ്രമൈസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. കാരണം ചിപ്സെറ്റ് ആണെങ്കിൽ Dimensity 6300 ആണ്. അതായത് ഒരു 10K റേഞ്ചിൽ വരുന്ന ഫോണിൽ വരുന്ന ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ പെർഫോമൻസ് ഡൗൺ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഡിസ്പ്ലേ AMOLED വരുന്നില്ല, LCD പാനലാണ് വരുന്നത്. സോ ആ ഒരു കാര്യത്തിൽ ഡ്രോബാക്ക് വന്നിട്ടുണ്ട്. പിന്നീട് ക്യാമറ, സെൽഫി ക്യാമറ ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 8 MB സെൽഫി ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. സോ അങ്ങനെ ചില കാര്യങ്ങൾ കുറച്ചിട്ടുണ്ട്. കാരണം എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒരു പ്രൈസ് റേഞ്ചിൽ ഏതൊരു ഫോണിന് കൊടുക്കാൻ വേണ്ടി പറ്റൂല. അത് ഫ്ലാഗ്ഷിപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വരുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഇത് ഒഴിവാക്കിയാൽ മാത്രമേ ചില ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ IP69 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയാവുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയൊരു സംഭവമായിട്ടൊന്നും ഈ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം യൂസ്ഫുൾ ഒന്നല്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അല്ലാതെ IP69 ഉണ്ട് എന്ന് വെച്ചിട്ട് എപ്പോഴും വെള്ളത്തിലിടാൻ ആരും പോകുന്നില്ല. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ന്യൂസാണ് ഇന്ന് മെയിൻലി പറയാനുള്ളത്. അത്യാവശ്യം ഫോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് VIയുടെ 5G വന്നു. അതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആരും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല VI ഇത്രയും ഈ ഒരു സമയത്ത് ഇത്രയും പെട്ടെന്നല്ല. ഓൾറെഡി കുറേ ലേറ്റ് ആയിട്ട് അപ്പുറത്ത് ലേറ്റ് ആവാനില്ല. അതിൻ്റെ ഇടയിൽ BSNL 5G കൊണ്ടുവന്നാലേ ഇല്ല അതിശയം. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും VI 5G കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു നാണക്കേടൊക്കെ മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ BSNL ആദ്യം 5G കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ അവസ്ഥ നോക്കി എന്നായാലും പ്രൈവറ്റ് കമ്പനി അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നീട് വീഡിയോ പറ്റില്ല ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നോക്കിയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ റിപ്ലൈ എല്ലാത്തിനും റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.